അതുപോലെ തന്നെ പഴയ പ്രിയദർശൻ സാറിന്റെ സിനിമകളിൽ പലതരത്തിലുള്ള യൂണിവേഴ്സസ് ഉണ്ട്. അതിൽ ഒരേ കോമഡികൾ റിപ്പീറ്റ് ചെയ്യാം. നിന്റെ ചോരയ്ക്ക് എന്താ സെന്റിന് വേണം? അത് നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോൾ വാസന ഉണ്ടാവും. ഒരേ തരത്തിലുള്ള കൗണ്ടറുകൾ റിപ്പീറ്റ് ചെയ്യാം. ഏലിയാസ് മേനോൻ, കുര്യാക്കോസ് മേനോൻ, മേരി തമ്പുരാട്ടി, മേരി തമ്പുരാട്ടി. അത് ശരി. സെയിം ഹോട്ടൽ മാനേജർ തിരിച്ചു വരാം. സോറി സർ, ഒരു അരമണിക്കൂർ എല്ലാവരും കോഫി ഷോപ്പിൽ പോയി കാപ്പ് കുടിക്കുമ്പോഴേക്കും മാഡം പ്ലീസ് ആ ലോഞ്ചിലോട്ട് തിരിക്കും. കീമായിട്ട് ഞാനങ്ങ് വന്നേക്കാം. റൂം ശരിയാണോ? അത് മതി. ഭാര്യയോട് പിണങ്ങി വന്നിരിക്കുന്ന ജഡ്ജി ഏമാനും കിട്ടുണി താമസിക്കുന്ന അതേ വീട്ടിൽ കേണൽ ഭാര്യയോട് പിണങ്ങിയും കുറുപ്പേട്ടനും കൂടെ വന്ന് താമസിക്കാം. പക്ഷെ ചെറുപ്പത്തിൽ ബാക്ക് ടു ബാക്ക് ഇരുന്ന് പ്രിയദർശൻ സാറിന്റെ സിനിമകൾ കണ്ടപ്പോൾ ശരിക്കും ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയത് ഇതൊന്നുമല്ല. അദ്ദേഹത്തിന് ചില ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ പേരുകളാണ്. ബോയിങ്ങില്, മിന്നാരത്തില്, കാക്കക്കുയില്, വെട്ടത്തില്, വെട്ടത്തിൽ വീണ്ടും, മിന്നാരത്തിൽ വീണ്ടും, പക്ഷെ വന്ദനത്തില്. ഐ ലവ് യു ഗാഥ. ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ സമാനമായിട്ടുള്ള പേരുകൾ ഇടാനുള്ള കാരണം എന്തായിരുന്നു, അന്നത്തെ കൗതുകം എന്തായിരുന്നു എന്നൊക്കെ ആരെങ്കിലും ഇന്റർവ്യൂവിന് ചോദിക്കുമോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ ഇന്നേ ആരും ചോദിച്ചു കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതാണോ എന്ന് അറിയത്തില്ല.